സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ണനല്ലൂർ ശാഖയിലെ വനിതാ ഉദ്യോഗസ്ഥ ഔദ്യോഗിക ചുമതല നിർവഹിക്കുന്നതിനിടെ നേരിട്ട ആക്രമണത്തിനെതിരെ AIBOC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനസേവനം ചെയ്യുന്നവർക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥയിൽ സമ്പൂർണ്ണ വ്യവസ്ഥിതിയാണ് ഭീഷണിയിലാകുന്നതെന്ന് മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടു. ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ അനുദിനം വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ച നേതാക്കൾ ഇത്തരം പ്രവണതയെ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്കും സമൂഹത്തിന്റെ മൂല്യങ്ങൾക്കും നിരക്കാത്ത നിന്ദ്യവും ഹീനവുമായ പ്രവൃത്തിയായി വിശേഷിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചില മേഖലയിൽ ഇപ്പൊ കർഷകരുടെ മേഖലയിലാണ് പൊതുവെ അത് പറയുന്നത്. അടയ്ക്കാൻ നിവൃത്തിയില്ലെങ്കിൽ അതിന്റെ നയം രൂപീകരിക്കേണ്ടത് റിസർവ് ബാങ്കും ഗവൺമെന്റുമാണ്. കാരണം നിങ്ങളുടെ ബാങ്ക് എല്ലാം പ്രവർത്തിക്കുന്നത്, സഹകരണ ബാങ്ക് ഒഴിച്ച് ബാക്കി എല്ലാ ബാങ്കും പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ അവര് സൃഷ്ടിക്കുന്നതിന് പകരം വിരോധം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കാണ്. അത് മനുഷ്യനുണ്ടാകുന്ന ഒരു ബോധത്തിന്റെ കാര്യമാണ്. സത്യത്തിൽ അത്തരം കാര്യങ്ങളിൽ ഒരു കർഷക തൊഴിലാളിക്കോ ഒരു നിരക്ഷരനായി പണ്ടുണ്ടായിരുന്ന ഒരു ചുമട്ട് തൊഴിലാളിക്കോ ഉള്ള ബോധം ഇപ്പൊ സാക്ഷരനെന്ന് പറയുന്ന പലർക്കും ഇല്ല എന്നതാണ്. സത്യത്തിൽ ആ ബോധമാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. സമൂഹത്തിൽ ബസ് കണ്ടക്ടറോട് വഴക്ക് മാത്രമല്ല, കണ്ടക്ടറോട് യാത്രക്കാരൻ വഴക്കുണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിർത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇറക്കാത്തത് കൊണ്ട് ഡ്രൈവറോട് വഴക്കുണ്ടാക്കുന്നതും മറ്റു പലതരത്തിൽ പല അളവിൽ നമ്മുടെ സമൂഹത്തിൽ അക്രമം കൂടുകയാണ്. ഒരു ആക്രമണ സ്വഭാവം സമൂഹത്തിൽ കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാനവികത നഷ്ടപ്പെടുന്നുവെന്ന്. AIBOC സംസ്ഥാന പ്രസിഡന്റും SBI ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ബിജു ടി അധ്യക്ഷത വഹിച്ചു. SBI ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി S രാജേഷ്, SBI ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം മൊഡ്യൂൾ DGS രതീഷ് S, AIBOC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അനൂപ് പുത്രൻ, AIBOC കൊല്ലം ജില്ലാ സെക്രട്ടറി വിഷ്ണു ശരത് എന്നിവർ സംസാരിച്ചു.